ചേട്ടാ இந்த மாடுக்கு எவ்வளவு பிரைஸ் ரேஞ்ச் வருதுண்ணா? அண்ணா இந்த பசுக்குட்டிக்கு எவ்வளவு ரேட்ல வருதுண்ணா? ഇതൊക്കെ എவ்வளോ റേറ്റിൽ വരുന്നു இந்த മാടൊക്കെ? ഇവിടെയെല്ലാം നല്ല പല പ്രായത്തിലുള്ള അടിപൊളി കളക്ഷൻസ് ഓഫ് കുട്ടികളുണ്ട് കേട്ടോ. ബ്രോ இந்த പശുക്ക് എவ்வளോ റേറ്റിൽ വരുന്നു ബ്രോ? ഇതൊക്കെ എவ்வளോ പ്രൈസ് റേഞ്ച് വരുന്നണ്ണാ? രണ്ട് പല്ല് പ്രായം അല്ലേ? ഇപ്പൊ ജോഡി എவ்வளോ കേട്ടത് രണ്ടും കൂടെ? നല്ലൊരു ചെറിയൊരു കുട്ടിയാണ്. ഇത് എത്ര മാസമായിരിക്കും ബ്രോ? 4 മാസം കുട്ടി. ഇത് ലാസ്റ്റ് എவ்வளோ പ്രൈസിൽ കൊടുത്തിருக்கு? എത്ര മാസം ഇருக்கு? 10 മാസം ആയിരിക്ക്. എவ்வளோ പ്രൈസ് ആസ്കിങ്? சேல் ஆயிருக்க ப்ரோ? நம்ம வாங்குறதுக்காக வந்தோம் ப்ரோ. வந்திருக்கு. வாங்கியிருக்கப்பா? வாங்கியிருக்கா? எவ்வளோ ரேட்டா இருக்கு? നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി ഒരു പശു ഇരിക്കുന്നതാണോ? ഇത് ഒറിജിനൽ മോഡലാണോ? ഒറിജിനൽ മോഡൽ. എത്ര മാസം തന്നെ ഇരിക്കണത്? 8 മാസം ചാനൽ അടിപൊളി പശുക്കൾ. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വരുവാണോ? 83,000. ഒന്ന് പല്ലെന്ന് കാട്ടാൻ വേണ്ടി വേണം. 4 പല്ല് അടിപൊളി കന്നി പശു. ഒറിജിനൽ മോഡ, വൈറ്റ് കൂടിയ ടൈപ്പ്. നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് കേട്ടോ. കാണുന്നവർക്ക് നല്ല കിടിലൻ ബ്രീഡ് പശുവാണ്. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം? കന്നി പ്രസവത്തിൽ നമുക്കൊരു 22 മുതൽ 25 ലിറ്റർ എങ്ങനെയായാലും പ്രതീക്ഷിക്കാം. ഈ ടൈപ്പ് പശുക്കൾ ഇഷ്ടം പോലെ നമ്മുടെ കൃഷ്ണഗിരി അല്ലെങ്കിൽ കാര്യമംഗലം മാർക്കറ്റിൽ കിട്ടുന്നതാണ്. കിടിലൻ പശുക്കൾ. இந்த ஒயிட் வந்து பிரீடு புள்ளி வரும்போது நல்ல பிரீடா இருக்கும். பல்லு 4 பல்லு பாருங்கடா. 4 പല്ല്. നല്ല കാണാൻ തന്നെ നല്ല അഴകിരിക്കണം. നല്ല ഭംഗിയുള്ള ഇതുപോലെ പശു ഇഷ്ടം പോലെ ഉണ്ടാവും. വൈറ്റ് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ് പശു. അണ്ണാ ഇത് എത്ര പ്രൈസ് റേഞ്ചിൽ വാങ്ങിയാണ് നമ്മള്? എത്ര പ്രൈസ് ആയിരിക്കും ഇത്? ഇതാ 83,000 രൂപയ്ക്ക് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പശുവാണ്. ഇതെന്താ മാർക്കറ്റ് നമ്മൾ നോക്കുന്നത്? കൃഷ്ണഗിരി മാർക്കറ്റ്. ഇവിടെ എന്തൊക്കെ മെയിനായിട്ട് കിട്ടണം? എടുത്തിട്ടുണ്ട്. നമ്മൾ ഫാമിലി കൊണ്ടുപോയേക്കാണ് ഇവിടുന്ന്. ഓക്കെ, അവിടെ പോയി ഫുഡെല്ലാം കൊടുത്തിട്ട് കയറ്റി അവിടെ വീട് എടുക്കാം. ഇപ്പൊ ഈ പശുക്കളൊക്കെ എങ്ങനെയാണ്? ഇത് എത്ര പല്ല് പ്രായമാണ് ഈ കാണുന്നത്? ഇപ്പം 2 പല്ല് ആവുന്നുള്ളൂ അല്ലേ? 67 ചോദിക്കുന്നത്. ഒരു മീഡിയം ടൈപ്പ് കടിഞ്ഞു കന്നി പ്രസവം. ഇവർ 70,000 രൂപ ചോദിക്കുന്നത്. നമ്മൾ 65 രൂപ പറഞ്ഞ് 15 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഒരു മീഡിയം ടൈപ്പ്. പക്ഷേ ഇത് ലാസ്റ്റ് എவ்வளோ റേറ്റിൽ കിടക്കണം നമുക്ക്? ലാസ്റ്റ് ഒരു എவ்வளோ റേറ്റിൽ കിടക്കുന്നത്? എவ்வளோ റേറ്റിൽ കിടക്കും? 68 റേഞ്ചിൽ എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അണ്ണാ ഇതിന്റെ മാർക്കറ്റ് എന്താ ദിവസമാണോ? ചൊവ്വാഴ്ച രാവിലെ എത്ര മണിക്കൊക്കെ എത്തണോ? രാവിലെ 3 മണിക്ക് തുടങ്ങാം. 3 മണിക്കൊക്കെ എത്തണം അല്ലേ? ഇത് എല്ലാ പ്രായത്തിലുള്ള പശുക്കൾ കിട്ടണമെങ്കിൽ? എല്ലാ പ്രായത്തിലുള്ള പശു കിട്ടും. കുട്ടികൾ കിട്ടും, ഇടക്കറ പശു കിട്ടും. എങ്ങനെ വരണം ഈ മാർക്കറ്റിലേക്ക്? എങ്ങനെ വരണം? സേലം കഴിഞ്ഞ് ധർമ്മപുരി കഴിഞ്ഞ് കാര്യമംഗലം മാർക്കറ്റ്. നമ്മുടെ ട്രെയിനിൽ വരികയാണെങ്കിൽ സേലത്ത് വന്ന് ഇറങ്ങണം. സേലം ഇറങ്ങി അവിടെ ബസ് കയറി. ബസ്സിന് ഏത് ബസ്സിന് കയറണം? കൃഷ്ണഗിരി ബസ് കയറിയാൽ മതി. കൃഷ്ണഗിരി ബസ് കയറി കഴിഞ്ഞാൽ ഇത് കാര്യമംഗലം. കാര്യങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ പോതും. ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഇങ്ങനെ എത്തണോ? ഓക്കെ. ഇപ്പൊ എന്ത് ടൈപ്പ് കുട്ടികളാണെങ്കിലും ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കള്, ചനപ്പശുക്കള് ഇപ്പൊ മാർക്കറ്റ് ഏകദേശം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എല്ലാ ടൈപ്പ് പശുക്കളും അവൈലബിൾ ആണ് അല്ലേ? ഇതൊക്കെ എവിടെ പാല് ഇറക്കണം? இதுக்கு ஒரு 15 கிட்ட அது ஒரு 15 கிட்ட 15 லிட்டரா? ஒரு ദിവസം 15 കിട്ടും. പല്ല് പ്രായമാണോ? ഇത് 2 പല്ല് പ്രായമാണ്. 2 പല്ല് പ്രായത്തിൽ 8 മാസം തന്നെയുള്ള അടിപൊളി ഒരു പശുവാണ്. ചേട്ടാ ഇതെല്ലാം 70-75 റേഞ്ച് കിട്ടേട്ടാ. ഇത് എത്ര പ്രൈസിന് വാങ്ങിയാണ് നമ്മള്? ഒരു 70-75 റേഞ്ച്. 70-75,000 റേഞ്ചിന് വാങ്ങി 8 മാസം തന്നെയുള്ള അടിപൊളി പശു. ഇതെല്ലാം കുടിയിൽ പോയി നോക്കിയാൽ 1 ലക്ഷം പറയണ്ടാ. കുടികളിലൊക്കെ പോയി നമുക്ക് 1 ലക്ഷം വരെ പറയാം. മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റ് നമുക്ക് 75 പ്രൈസ് മാർക്കറ്റ് ആകുമ്പോൾ കന്നി പ്രസവത്തിൽ പശു വില കുറവുണ്ട്. കന്നി പ്രസവത്തിൽ നമുക്ക് കുറച്ച് വില കുറച്ച് എടുക്കാൻ പറ്റും. നല്ല ബ്രീഡ് ക്വാളിറ്റിയിലുള്ള ഒരു പശു. നല്ല ഹെൽത്തി ആണ്. നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള ഒരു പശു. നല്ല അടിപൊളി ഒറിജിനൽ മോഴയാണ് അല്ലേ? ഒറിജിനൽ മോഴ പശു. ചേട്ടാ இந்த மாடுக்கு எவ்வளோ ப்ரைஸ் ரேஞ்ச் வருதுண்ணா? இது இதுக்கு ஆவரேஜ் 35 ரேஞ்சு.
എവ്വളോ ഏജ് ഇരിക്കണ്ട ഇതൊക്കെ? 10 മാസം 1 വയസ്സ്. 1 വയസ്സ് പ്രായം, 35 ആവറേജ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഫ്രഷുകളാണ്. എല്ലാം ഒറിജിനൽ മോഴ് തന്നെയാണ്. ഒറിജിനൽ മോഴക്ക് കൊമ്പ് കരിച്ചു തീർക്ക് അന്തമാതിരി വരുന്ന നല്ല അടിപൊളി പശുക്കുട്ടികളാണ്. എല്ലാവരും 30-35 ആണ് ഒരു ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. നല്ല സൈസുള്ള അടിപൊളി കുട്ടികളാണ്. നല്ല വലിപ്പവും ഉടനീളമുള്ള അടിപൊളി പശു. ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളി ഫുൾ വൈറ്റിലുള്ള പശുക്കളുണ്ട്. വൈറ്റ് കൂടിയ HF പശുക്കൾ. എത്ര നാൾ ഊസി ഒത്തിരിക്കണം ഇതൊക്കെ? 2 മാസം തൂപ്പുള്ള 2 മാസം അപ്പുറം ഊസി പോട്ടിട്ട് അല്ലേ? 2 മാസം കഴിയുമ്പോഴത്തേക്ക് കുത്തിവെക്കാൻ പറഞ്ഞ പരുവത്തിലുള്ള പശുക്കൾ. ഇതൊക്കെ എവിടെ പ്രൈസ് റേഞ്ച് വരുന്നതാണ് ആവറേജ്? 40 രൂപ. ഇതൊക്കെ ഒരു ആവറേജ് 40,000 രൂപയാണ് ചോദിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ കുത്തിവെക്കാൻ പറ്റുന്ന ടൈപ്പുള്ള അടിപൊളി ബ്രീഡ് പശുക്കൾ. ഇവിടെ ആസ്കിംഗ് പ്രൈസ് ആണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ കാണും. ഒരു ചോദിക്കുന്ന പ്രൈസാണ് ഇതുണ്ടാവേ. നല്ല ഒരു അടിപൊളി ഒരു ഒച്ച പശുവാണ്. ഇത് എവിടെ റേറ്റ് വരുന്നോ? 30,000 രൂപ അല്ലേ? എത്ര പല്ലായിരിക്കണം ഇത്? പല്ല് വെക്കാത്ത അടിപൊളി ഒരു 30,000 രൂപയ്ക്ക് അടിപൊളി ഒരു കുട്ടിയാണ്. എത്ര നാൾക്കുള്ളിൽ ഇത് ഊസ് കുത്തിരണം? എവിടെ? 2-3 മാസം അപ്പുറം ഊസ് കുത്താൻ പറ്റുന്ന അടിപൊളി ഒരു കൊമ്പ് കരിച്ചതാണ്. കൊമ്പ് കരിച്ച പശുവാണ്. 30,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടിപൊളി ഒരു ബ്രീഡിലെ കുട്ടിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നെഗോഷ്യബിൾ കാണും. വേണോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും കുറച്ച് തരും. ഇതാണോ ഇതൊക്കെ? 30 രൂപ. ഒറിജിനൽ മോഴ ഇരിക്കണം, കൊമ്പ് കരിക്കാത്ത മാതിരി. ഒറിജിനൽ മോഴ അല്ല, കൊമ്പ് കരിച്ചിരിക്കല്ലേ? കൊമ്പ് ഇപ്പൊ എടുക്കില്ല, അതെല്ലാം എടുത്തത് അല്ലെ? ഒറിജിനൽ വരില്ല. ഇത് ഒറിജിനൽ. ഇതൊക്കെ എവിടെ പ്രൈസ് റേഞ്ച് വരുന്നു? അത് ഒരു 40 രൂപ വരും. 40,000 രൂപയാണ് അടിപൊളി ഒരു ഒറിജിനൽ മോഴ. ഇതൊക്കെ എവിടെ മന്ദിരമുള്ളിൽ ഊസ് കുത്തിച്ചിരിക്കാം? ഉടനെ പോടില്ല. ഗോൾഡ് 1.5 വയസ്സ് കഴിഞ്ഞിട്ടൊരു കുട്ടിയാണ്. പല്ല് വെക്കല്ലേ, ഉടനെ ഇത് കുത്തി വെക്കാന്നാണ് പറയുന്നത്. ഇന്ന് കുട്ടികളെല്ലാം എങ്കന്ന് വരുന്നതാണോ? ബാംഗ്ലൂർ കുട്ടിതാ. ഇവിടെ വന്ന് വളർത്തതാ? അവിടുന്ന് വാങ്ങിക്കൊണ്ടതാ? വാങ്ങിട്ടതാ. ഇപ്പൊ ഇന്ന കുട്ടിക്കൊക്കെ എന്നാ ഫുഡ് കൊടുത്തിട്ടിരിക്കണം വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാല്? എന്നാ ഫുഡ് നമ്മള് എന്താ ഫുഡ് കൊടുത്തിട്ടിരിക്കുക? ഗോതമ്പ് തവിട്. അപ്പൊ നമ്മളിവിടുന്ന് വാങ്ങി കൊണ്ടുപോകുമ്പോൾ എന്നെ ഫുഡ് കൊടുക്കണോ? സെയിം ഗോതമ്പ് തവിട് കുറഞ്ഞ ഗോതമ്പ് തവിട് அதுக்கப்புறம் அது மட்டும் தான் கொடுத்துட்டு வேற ஏதாவது ஆட் பண்ணி தவிடு போட்டு அது மாதிரி போடலாம். அது மட்டும் தான். அந்த பெல்லட்டோ அக்கா ஒன்றும் தேவையில்லை. அதெல்லாம் ஒன்றும் தேவையில்லை. பருத்தி பின்னாக்கு பருத்தி குரு கொடுக்கலாம். பருத்தி பின்னாக்கு கொடுக்கலாம். புண்ணாக்கு ஐட்டம் எல்லாம் கொடுக்கலாம். இதாக இருந்தாலும் பின்னாக்கு எல்லா ஐட்டம்ஸ். இது நல்ல பெரிய சைஸில் வரும்ல? இங்கே தீனிக்கு தேவனம் கொடுக்குற அளவுக்கு வரும். தேவனம் கொடுக்கும்போது தான் வரும். அப்படி எப்படி வரும்? தேவனம் கொடுத்தா தான் வரும். அப்போ என்ன ஸ்பெஷாலிட்டி இந்த தேவனுக்கு? எப்படி നമ്മളെ കേരളയിൽ എന്താ കൊടുക്കുക? ഇതുപോലെ വേറെ തീവണം അതാ ഇരിക്കുന്നത് കൊടുക്കണം. എവിടെ ഒരു നാளைக்கு എവിടെ കേജി കൊടുക്കണം? ഒരു നാளைக்கு 2 വേല പോടണം. காலையில் ஒரு வேளை சாயங்காலம் ஒரு 2 முறை கொடுக்கணும். 2 தவணை கொடுக்கணும். ஆமாம். ஒரு நாளைக்கு குறைஞ்சபட்சம் 3-4 கிலோவாவது கொடுத்தா தான் நல்லா இருக்கும். 4 கிலோ கொடுக்கணும். 4 கிலோ தவிடு கொடுக்கணும். கோதுமை தவிடு எல்லாம் சேம் எல்லாம் கலந்து 4 கிலோ. 2 கிலோ காலையில் 2 கிலோ ஈவினிங்கில். காலையில் 2 கிலோ, காலையில் 4 கிலோ, சாயங்காலம் 4 கிலோ கொடுங்க. ഓ കാലയിൽ പെരുസാ വേണം. പെരുസാ ഈ 1.5 വയസ്സായ കുട്ടികൾക്ക് കാലയിൽ 4 കിലോ, ഈവനിങ് 4 കിലോളം ഫുഡ് കൊടുക്കണം. நல்லா இருக்கும். നല്ല സൈസിൽ വരും. നല്ല സൈസിൽ വരും. പെല്ലറ്റ് ഒന്നും കൊടുക്കണ്ട, തവിട് ഐറ്റംസ് കൊടുക്കണം എന്ന് പറയുന്നത്. ഗോതമ്പ് തവിട് നല്ല ക്വാളിറ്റി. എവിടെ 1 കിലോ ഇവിടെ എവിടെ റേറ്റ് വരും തരുമാ? ഗോതമ്പ് തവിട് 1 കിലോ 30 രൂപ വരും. 30 രൂപ റേഞ്ചിൽ വരുന്ന 25 കുറഞ്ഞത് ക്വാളിറ്റിയാണ്. 30 രൂപ വരും. അതൊരു 4 കിലോ 1 ടൈം കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൈസിൽ വരും എന്നാണ് പറയുന്നത്. എപ്പടി ഇருக்கு? നമ്മൾ 2-3 വർഷം ആയിരിക്കല്ലേ കഴിഞ്ഞ ലാസ്റ്റ് ടൈം വാങ്ങിയ മാടൊക്കെ ഡെലിവറി ആർക്ക് പരവായില്ല. ഇപ്പഴും 2 മാട് കയ്യിൽ വെച്ചിട്ടിരിക്കല്ലേ? എത്ര പല്ല് പ്രായമാണിത്? 2 പല്ല് ഊസി കൊത്തി വെച്ചിരിക്ക 3 മാസം. ഇത് രണ്ടും കയ്യിലിരിക്കുന്ന ചേട്ടൻ്റെ 3 മാസം കുത്തി വെച്ചിട്ടുള്ള കിടാക്കളാണ്. അത്യാവശ്യം സൈസിലുണ്ട്.
അത്യാവശ്യം സൈസിലുള്ള 2 പശുക്കളാണ്. കുത്തിവെച്ചിട്ട് 3 മാസമായിട്ടാണെന്ന് പറഞ്ഞത്. പണ്ട് നമ്മൾ ചേട്ടന് 2 വാങ്ങിയിട്ടുണ്ട്. അത് 2 ഞങ്ങൾ 3-4 വർഷമായില്ലേ, 3 വർഷങ്ങൾക്ക് മുന്നേ 2 വാങ്ങിയിരിക്ക്. അത് 2 ഡെലിവറി ആയിരിക്കും. നല്ല മാടുതാ. ഇപ്പോഴും 2 മാട് ജോഡി വെച്ചിരിക്ക്. ഒറിജിനൽ 1 മോഴ, ഇതൊരെണ്ണം കൊമ്പ് വെച്ചിരിക്ക്. 2 പല്ല് പ്രായം അല്ലേ? ഇപ്പൊ ജോഡി എവ്വളോ കേട്ടത് 2 കൂടെ 1.5 കിട്ടിയ കൊടുക്കുവാണ്. ലാസ്റ്റ് പ്രൈസാ? ലാസ്റ്റ് 1.20 சொல்லிருக்கு. 1.5 ലാസ്റ്റ് കൊടുക്കും. 2 കൂടെ ചേർത്തിട്ട് 52,500 വെച്ചിട്ട് ഒരെണ്ണത്തിന് 3 മാസം വെച്ചിട്ട് ചന വെച്ചിരിക്കും. 3 മാസമൊക്കെ കുത്തി വെച്ചിട്ടുള്ള 2. ഇതൊരെണ്ണം ഒറിജിനൽ മോഴയാണ്. അവിടെ കൊമ്പുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊക്കെ ഉണ്ട്. ഓവർ സൈസിലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് സൈസ് ഉണ്ട്. അത് മറ്റേ കുറച്ചുകൂടി സൈസ് ഉണ്ട് കൊമ്പുള്ളത്. 2 പശുക്കളാണ് ചേട്ടൻ പറയുന്നത്. 1.5 പറയുന്നത്. പണ്ട് നമ്മൾ വാങ്ങിയത് ഒരു 66 രൂപയ്ക്കായിരുന്നു പണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത് ആ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. 2-3 വർഷം മുന്നേ ചേട്ടനാണ് ഞാൻ വാങ്ങിയത് 2. എവിടെ ഏജ് ഇருக்கு? ഏജ് 9 മാസം ഇருக்கு. എവിടെ ലാസ്റ്റ് പ്രൈസ് ആണ് ഇത്? 35,000. ആസ്കിങ് ലാസ്റ്റ് എவ்வளோ റേറ്റിൽ കൊടുത്തിരിക്കും നമ്മള്? 30,000. എவ்வளோ? 7 മാസം ഇருக்கு അല്ലേ? 8 മാസം മേലെ വരുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ് പശുവാണ്. 35 രൂപ ചോദിക്കുന്നു. ഒരു ലാസ്റ്റ് 30 രൂപ ആണെങ്കിൽ കൊടുക്കും എന്ന് പറയുന്നത്. നല്ലൊരു அது ஏன் பிச்சு 6 மாதம் 20,000 ஒன் பண்ணலாம். കാണാൻ നല്ല ഷോയിൽ വരുന്ന ഒരു അടിപൊളി ഒരു റെഡ് ആൻഡ് വൈറ്റ് ആണ്. റെഡ് ആൻഡ് വൈറ്റ് ഒരു 30,000 രൂപ ലാസ്റ്റ് പ്രൈസ്. ഇതെവിടെ മാസം ഇருக்கு ബ്രോ? 6 മാസം. 6 മാസം இருக்கு. മോഴ ഒറിജിനൽ മോഴയാ? ഒറിജിനൽ മോഴയാണ്. എവിടെ ലാസ്റ്റ് പ്രൈസ് എവിടെ കേട്ടിട്ടുണ്ട്? 18 രൂപ. ലാസ്റ്റ് ഒരു 18 രൂപ കിട്ടൽ കൊടുക്കുന്നു. ഈ ഒരു 6 മാസം കഴിഞ്ഞാൽ ஒரு எக்ஸப்ஷன். சந்தனாயிரம் விலையாக்கும் வாங்குறவங்க ஏதோ கம்மி பண்ணி வாங்குறது சந்தைக்கு அப்படிதான் வருது. ஏதோ வந்தா மாடு பார்த்துட்டு போகக்கூடாது. ஒரு மாடு மட்டும் தான் இருக்கு. இப்போ ஒரே மாடு இருக்கு. வீட்டில் வளர்த்த மாடு, லோக்கல் மாடு. நம்ம வாங்கி விற்கிறது இல்லை, நம்ம மாடே பிடிச்சி விற்கிறோம். ബ്രോ இந்த പശുക്ക് എവിടെ റേറ്റിൽ വരുന്നത് ബ്രോ? ഇതൊക്കെ എന്താ റേറ്റിൽ വരുന്നത്? പ്രൈസ് റേഞ്ച്? ആസ്കിങ് പ്രൈസ് 40. ഇതൊക്കെ 40,000 റേഞ്ചിലാണ് ഇവർ ചോദിക്കുന്നത്. കേട്ടോ 1.5 വയസ്സായിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ബ്രോ വണക്കം ബ്രോ. ഇതൊക്കെ എവിടെ റേറ്റിൽ വരുന്നത് മാടൊക്കെ? இதெல்லாம் வந்து ஒரு 27 ரூபா 25 ரூபா ரேஞ்சில் 22 റേഞ്ചിൽ. ഇത് എവിടെ പ്രായം ഇருக்கு? ഏജ് 10 മാസം. 1 വയസ്സിനകത്ത് പ്രായം തന്നെ. 1 വയസ്സിനകത്ത് പ്രായമുള്ള അടിപൊളി പശുക്കുട്ടികളാണ്. ഒരു 20-22 റേഞ്ചിലാണ് ഇവർ ചോദിക്കുന്നത്. അടിപൊളി കളക്ഷൻസ് ഉള്ള കുട്ടികളാണ് ഈ ആഴ്ച വന്നിട്ടുള്ളത്. അടിപൊളി മോഴ പശുക്കളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പല വലിപ്പത്തിലും പല പ്രായത്തിലുള്ള കുട്ടികളാണ്. ഇത് എത്ര പല്ല് പ്രായമാണോ? 2 പല്ല് പ്രായം. പല്ല് കാട്ട് വേണം. 2 പല്ല് പ്രായം. പ്രസവം എത്ര നാൾ എടുക്കണം? 1 മാസം ഗ്യാപ്പ് ഇருக்கு. നല്ല അത്യാവശ്യം നല്ല ഒരു ബ്രീഡിലുള്ള പശുവല്ലാണ്. கிருஷ்ணகிரி வந்தாலும் பிரீடு தானா? നല്ല ക്വാളിറ്റിயான ബ്രീഡ് പശു. ഇതൊക്കെ എവിടെ പ്രൈസ് റേഞ്ച് വരുവാണെങ്കിൽ? இதுக்கெல்லாம் ஒரு 70 ரூபா 75 ரூபா. 75 രൂപ. ഒരു മീഡിയം സൈസ് ആണോ? ഹെവി സൈസിൽ മീഡിയം സൈസ് വെച്ചിരിക്കും അല്ലേ? ചേട്ടാ ഇവിടെ എല്ലാം പശു എല്ലാം ഇവിടെ വില കുറവുണ്ട് ചേട്ടാ. ഈ ഒരു മാർക്കറ്റിൽ വില കുറവുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൃഷ്ണഗിരി അത്യാവശ്യം നമ്മൾ വാങ്ങിയെല്ലാം കേട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ മാർക്കറ്റിൽ ഫാമിൽ കൊണ്ടിട്ട് എടുക്കല്ലോ. അതിനടുത്തേക്ക് ഇത് ഡെലിവറി ആയ പശുവാണ്. ഇത് എത്ര പല്ല് പ്രായമാണിത്? നല്ല അടിപൊളി കുട്ടികളാണ് കേട്ടോ. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് കൂടി ടൈപ്പ് അടിപൊളി പശുക്കളാണ്. ഇതെവിടെ പ്രായം ഇருக்கு ബ്രോ? എന്താ ഏജ് എത്ര മാസം ഇருக்கு?
10 மாசம் இருக்கு. எவ்வளோ பிரைஸ் ஆஸ்கிங்? 45,000. റേറ്റ് എவ்வளോ? 45,000. 45 45,000 രൂപയാണ് ചോദിക്കുന്നത്. ഒറിജിനൽ മോഴ അത് കൊമ്പ് കരിച്ചത്, കൊമ്പ് കരിച്ച ടൈപ്പ് ഒരു മോഴ, അടിപൊളി ഡെൻമാർക്ക് HF പശുവാണ്. 45,000 രൂപയാണ് ഇത് ചോദിക്കുന്നത്. ലാസ്റ്റ് എவ்வளோ റേറ്റിലേക്ക് എടുക്കണോ? 42,000 രൂപ ലാസ്റ്റ് കിട്ടൽ കൊടുക്കുമെന്ന് പറഞ്ഞത്. 10 മാസം പ്രായത്തിൽ വരുന്ന കുട്ടിയാണ്. ப்ரோ வணக்கம் ப்ரோ. எப்படி இருக்கு? நல்லா இருக்கா? இப்ப கையில ஆடு வச்சிருக்கு. ஃபாலோவரா? எந்த ஊரு? நம்ம இங்க காரியமங்கலம் ப்ரோ. வீடியோ டெய்லி சேனல்ல பாப்போம் ப்ரோ. பாத்துருக்கு. ஓகே, இங்க என்ன ஆடு வச்சிருக்கு? ஆடு நம்ம வாங்குறதுக்காக வந்தோம் ப்ரோ. வந்திருக்கு. வாங்கியிருக்கப்பா? ப்ரோ வாங்கியிருக்கா? எவ்வளவு ரேட்டா இருக்கு? ப்ரோ இது வந்து 4,000 சொன்னாங்க. 2,500 ரூபாய்க்கு வாங்கியிருக்கு. 2,500 கிடக்கு. இது என்ன பிரீடு? என்ன சொல்லுது இந்த பிரீடு? இது வந்து செம்மறி ஆடு. வீட்டுல ஃபார்ம் வச்சிருக்கா? ஃபார்ம் இல்ல, ஊர்ல ஃபெஸ்டிவல் அதுக்கு. ஓ, ஃபங்க்ஷன்லாக்கு வாங்கி போதற்கு.